പ്രണയവിവാഹങ്ങൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്? സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്ന് പല ആളുകളും സംശയം ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം ചെയ്യുന്നത് എന്ന് നോക്കാം. കൂടുതലും പ്രണയ വിവാഹങ്ങളാണ് ഒരു ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകളില്ലാതെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നത്. അല്ലാത്ത പല ആളുകളും സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം ചെയ്യുന്നുണ്ട്. ജാതിയിലും മതത്തിലും ഒന്നും ഇഷ്ടമല്ലാത്തവരും വിശ്വാസങ്ങളിലൊന്നും താല്പര്യമില്ലാത്തവരും ഒക്കെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഇന്നത്തെ കാലത്ത് വിവാഹം ചെയ്യുന്നവരുണ്ട്. എന്നാലും കൂടുതലും പ്രണയ വിവാഹങ്ങളാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം നടക്കുന്നത്. പ്രണയിക്കുന്നവർ വിവിധ മതവിഭാഗങ്ങളിൽ പെടുന്നവരാണെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം മാത്രമേ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത് എന്ന് നോക്കാം. കാരണം നിങ്ങൾ പറ്റിക്കപ്പെടരുത്. വെറുതെ ഒരു സ്റ്റാമ്പ് പേപ്പറിൽ രണ്ടുപേരുടെയും പേരും വിവരങ്ങളും എഴുതി ഒപ്പിട്ട് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ സ്പെഷ്യൽ മാരേജ് ആക്ട് ആവില്ല. സ്പെഷ്യൽ മാരേജ് ആക്ടിന് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതനുസരിച്ച് രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ അത് നിയമപ്രകാരം നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ സൈറ്റിൽ കയറുക. ഇപ്പം എല്ലാം ഓൺലൈനായിട്ടാണല്ലോ ചെയ്യുന്നത്. അപേക്ഷയെല്ലാം ഓൺലൈനായിട്ട് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ ആ വെബ്സൈറ്റിൽ കയറി അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ ഇതിന് അപേക്ഷിക്കേണ്ട യോഗ്യത എന്ന് പറയുന്നത് ആൺകുട്ടിക്ക് 21 വയസ്സും പെൺകുട്ടിക്ക് 18 വയസ്സും പൂർത്തിയായിരിക്കണം. വയസ്സ് തെളിയിക്കേണ്ട ബാധ്യത എന്ന് പറയുന്നത് നിങ്ങൾക്കാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായും വയസ്സ് തെളിയിക്കുന്നതിനുള്ള പ്രൂഫ് ഉണ്ടായിരിക്കണം. പിന്നെ മറ്റൊന്ന്, നിങ്ങൾ സിംഗിൾ ആണോ ഡിവോഴ്സി ആണോ വിഡോ ആണോ എന്നുള്ള കോളം ഫില്ല് ചെയ്തിരിക്കണം. സിംഗിൾ ആണെങ്കിൽ ആ കോളം ഫില്ല് ചെയ്യുക. ഇനി രണ്ടാമത്തെ വിവാഹമാണെങ്കിൽ ആദ്യ വിവാഹമോചനം നേടിയതിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക. ഇനി അതല്ല ഭാര്യയോ ഭർത്താവോ മരണപ്പെട്ടതാണെങ്കിൽ അവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. അപ്പോൾ ഇത് എവിടെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഏരിയയിലുള്ള സബ് രജിസ്ട്രാർ ഓഫീസിലാണ് നിങ്ങൾ ഈ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓരോ ഏരിയ തിരിച്ചിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ ഏത് സബ് രജിസ്ട്രാർ ഓഫീസിലാണ് സാധാരണ ഡോക്യുമെന്റ്സ് എല്ലാം രജിസ്റ്റർ ചെയ്യുന്നത്, ആ സബ് രജിസ്ട്രാർ ഓഫീസിൽ വേണം നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാൻ. അപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം 30 ദിവസമാണ് നോട്ടീസ് പീരീഡ്. ഈ നോട്ടീസ് പീരീഡിനകത്ത് നിങ്ങളുടെ രജിസ്റ്റർ ഓഫീസിൽ നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്യും. നോട്ടീസ് ബോർഡിൽ ഇടുന്നത് ഇവർ തമ്മിൽ വിവാഹം ചെയ്യുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തർക്കമുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയാണ്. കാരണം നിലവിൽ ഇവർക്ക് ഭാര്യയോ ഭർത്താവോ ഉണ്ടോ, അല്ലെങ്കിൽ ഇവർ തമ്മിൽ വിവാഹം ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ബന്ധമുണ്ടോ, അതായത് സഹോദരി സഹോദരന്മാരാണോ, അങ്ങനെ എന്തെങ്കിലും തർക്കം നിലനിൽക്കുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയാണ് നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്യുന്നത്. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഈ നോട്ടീസ് പീരീഡിനകത്ത് ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ തെളിവ് സഹിതം രജിസ്റ്റർ ഓഫീസിൽ ഒരു അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഈ വിവാഹം രജിസ്റ്റർ ചെയ്യില്ല. ഈ നോട്ടീസ് പീരീഡിനകത്ത് ആർക്കും ഒരു തർക്കവും ഇല്ല, ആരും ഒരു ആരോപണങ്ങളും ഉന്നയിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് 30 ദിവസത്തിന് ശേഷം നേരിട്ട് രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. 30 ഡേയ്സിനകത്ത് ആർക്കും യാതൊരു ഒബ്ജക്ഷനും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്ത് വിവാഹ സർട്ടിഫിക്കറ്റ് നേടാവുന്നതാണ്. നിങ്ങൾക്ക് കേരള രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും ലഭിക്കുന്നതാണ്. പിന്നെ ഒരു സംശയം വരുന്നത് ഏത് സബ് രജിസ്ട്രാർ ഓഫീസാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതായിരിക്കും. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വരന്റെ സ്ഥലത്തുള്ള സബ് രജിസ്ട്രാർ ഓഫീസ് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ വധുവിന്റെ സ്ഥലത്തുള്ളത് തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ അഡ്രസ് പ്രൂഫ് എവിടെയാണോ ഉള്ളത് ആ സ്ഥലത്തുള്ള SRO വേണം തിരഞ്ഞെടുക്കാൻ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത്. വയസ്സ് തെളിയിക്കുന്ന രേഖയും ഐഡന്റിറ്റി പ്രൂഫുമാണ് മെയിനായിട്ട് ഇതിനു വേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് വിവാഹം ചെയ്യുന്നവരാണെങ്കിൽ ആദ്യ വിവാഹമോചനം നേടിയതിന്റെ സർട്ടിഫിക്കറ്റും, ഇനി ഭാര്യയോ ഭർത്താവോ മരണപ്പെട്ടവരാണെങ്കിൽ അവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.